മുടിയില്ലേ ഒത്തില്ല. സിനിമ കണ്ട് മൂത്രം പോകുന്ന സിനിമ. ടിക്കറ്റ് കിട്ടിയിട്ടില്ല. അത് ശരി. അപ്പൊ ഈ ഫ്ലെക്സ് ഒക്കെ പിടിച്ചോണ്ട് വന്നിട്ട് ടിക്കറ്റ് കിട്ടിയില്ലേ? അടുത്ത ഷോയ്ക്കാണ്, ഫസ്റ്റ് ഷോയ്ക്ക് കിട്ടിയിട്ടില്ല. അത് ഇങ്ങനെ ഇത് പിടിച്ചോണ്ട് നിന്നാ കിട്ടുമോ? എന്തായി ചോദിച്ചോ? ടിക്കറ്റ് ചോദിച്ചോ? കിട്ടിയോ? ടിക്കറ്റ് കിട്ടി. ടിക്കറ്റ് കിട്ടി. എത്ര മണിക്കത്തെ ഷോയാ? 7:45. എല്ലാരും കണ്ടിട്ട് എന്താ പറഞ്ഞു? പടം കണ്ടിട്ട് ആൾക്കാർ പടം കണ്ടിട്ടൊക്കെ നല്ല അഭിപ്രായമാണ്. പടം എന്തായാലും ഒന്നും പറയില്ല. വെങ്കടപ്രഭു സാർ അടിപൊളിയായിട്ട് പടം അടിപൊളിയാണ്. പടം എല്ലാവരുടെയും ഈ സിനിമ കണ്ടിട്ട് ഇറങ്ങി വന്നവരുടെ ആവേശമൊക്കെ കണ്ടപ്പം ആവേശമൊക്കെ അടിപൊളിയാണ്. പടം സൂപ്പറാണ്. അതിലൊരു മാറ്റമില്ല. വെങ്കടപ്രഭു സാർ ഒരു ഭയങ്കര ഒരു മേക്കിങ്ങിന് സൂപ്പറായാണ്. എല്ലാവരും പറഞ്ഞില്ലേ നമുക്ക് മനസ്സിലാക്കാം. ഈ പടം ഓണം തൂക്കോ? അടിപൊളിയാക്കും. ഈ പ്രേക്ഷകരൊക്കെ എന്താ പറയുന്നത് കണ്ടിട്ട് വന്നിട്ട്? അടിപൊളി, നല്ല അഭിപ്രായമാണ്. പടം അടിപൊളി പടം. ഒരു രക്ഷയില്ല. മേക്കിംഗ് ഒക്കെ സൂപ്പറാണ്. ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമ കണ്ട് മൂത്രം പോകുന്ന സിനിമ. സത്യം BGM അത്രത്തോളം BGM കേട്ടിട്ട് പേടിച്ചിട്ടേ ഞാൻ വിചാരിച്ചു മലയാള സിനിമയിൽ ബാലിവൻ സിനിമ കണ്ട് തിയേറ്റർ കുലുങ്ങുമെന്നാണ് ഞാൻ കേട്ടത്. പക്ഷേ യഥാർത്ഥത്തിൽ പറഞ്ഞാണല്ലോ, ഈ സിനിമ ഗോട്ടെന്ന സിനിമ കണ്ടു കഴിഞ്ഞാണല്ലോ തിയേറ്റർ കുലുങ്ങല്ല, ഒരു അണുബോംബ് വീണ പോലെയാണ് മ്യൂസിക്. ഒരു രക്ഷയില്ല. നിങ്ങൾ കണ്ട് സംശയം ഉണ്ടെന്നേ നോക്കിയേ. സത്യം പറഞ്ഞാൽ മൂത്രം അതെ. എനിക്കിപ്പോൾ കുളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ വേറെ ഒന്നുകൂടെ ചെയ്യുന്ന വെച്ചാൽ രണ്ടാമത് ഞാൻ അതേ ബുക്ക് ചെയ്തേക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സംശയം ഉണ്ടായി. രണ്ടാമത് ഈ പടം കാണാൻ വേണ്ടി അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? കിടിലുമാണതേ. രണ്ടാമത് ഞാൻ 7:45 ഷോ ഞാൻ ബുക്ക് ചെയ്യാം. ഞാൻ പിടിക്കാം. മൂത്രക്കയ്യ. രണ്ടാമത് ഞാൻ പടം കാണാൻ വേണ്ടി ബുക്ക് ചെയ്തേക്കാണ്. സൂപ്പർ സിനിമയാണ്. വിജയ് അടുത്ത തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാണെന്നുള്ളത് ഉറപ്പാണ്. അദ്ദേഹം സിനിമ നിർത്തരുത്, ഇനിയും തുടർന്ന് ചെയ്യണം. അടിപൊളി മേക്കിംഗ്, അടിപൊളി, ഒരു രക്ഷയില്ല. മ്യൂസിക്കൊക്കെ സൂപ്പറാണ്. കിടിലം. ജയറാമൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കിടിലം സിനിമയാണ്. ഒരു രക്ഷയില്ല. മേക്കിംഗ് സൂപ്പർ. ഒരു രക്ഷയില്ല. നിങ്ങൾ തൃശ്ശൂർ പൂരം കണ്ടിട്ട് ഇറങ്ങി വരുന്ന പവറാണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ. ആസ്വാദനം, അതായത് BGM ഇഷ്ടപ്പെടുന്നവർ ഈ സിനിമ ഒന്ന് കാണണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. 100% ഞാൻ പറയേണ്ടത് 100% നമ്മുടെ പൈസ മുതലാവും. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ആദ്യമായിട്ടാണ് സിനിമ കണ്ടിട്ട് ഇത്രയും ഭയപ്പെടുന്ന ഒരു സിനിമ. കിടിലം. 1000 കോടി അടിക്കുമോ ഇത്? 1000 കോടിക്ക് മുകളിൽ പോകുന്നെങ്കിലേ ഉള്ളൂ. ബ്ലോക്ക് ബസ്റ്ററാണ്. ബ്ലോക്ക് ബസ്റ്റർ ഉറപ്പാണ്. തിയേറ്റർ കുലുങ്ങും. നിങ്ങൾ പേടിച്ചിരിക്കും. ഉറപ്പാ. മുടിയില്ലേ ഒത്തില്ല. പണി പാളി. എനിക്ക് പേഴ്സണലി വർക്കൗട്ട് ആയില്ല കേട്ടോ. കാരണം മാനാട് മങ്കാത്തേക്ക് എടുത്ത ആള് ഇങ്ങനത്തെ പടം ലൈക്ക് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് മാസ് സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ BGM എന്ന് പറഞ്ഞൊരു സാധനം, ഇത് ആരാണ് അത് മ്യൂസിക് ചെയ്തത്, ഒരു ഫീല് പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു മാസ് ഫീല് സീൻസിലുണ്ടായിരുന്നു. കുറച്ചുകൂടി ഇമ്പാക്റ്റ് കിട്ടായിരുന്നെങ്കിൽ ഒരു മ്യൂസിക് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് ക്ലാപ്പർത്തി മൊമെന്റ്സ് ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ കോമഡി ആയിരുന്നു. മറ്റേ നമ്മുടെ അഴകിയ തമിഴ് മകനിലെ പോലെ അങ്ങനത്തെ കുറച്ച് സീൻസ് ഉണ്ട്. ബാഡ് വില്ലൻ വേഴ്സസ് ഗുഡ് വില്ലൻ. പിന്നെ 2-3 ക്യാമിയോസ് ഉണ്ട്. ജസ്റ്റ് ഒരു ഫൺ വാച്ചിൽ വേണേ വന്ന് കാണാം. അല്ലാതെ ഞാൻ വെറുതെ പറയില്ല. സത്യം പറഞ്ഞാൽ DAGിങ്ങിൽ എനിക്ക് തോന്നുന്നു ചില സീൻസിൽ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ചില സീൻസിൽ വട്ടർ ബോറായിരുന്നു. നമുക്ക് ഭയങ്കരമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ പഴയ വിജയകാന്തിൻ്റെ ഒരു ഇതുപോലെ ഇതുണ്ട്. അതും മൊത്തത്തിൽ എനിക്ക് ആക്ച്വലി കയ്യിൽ നിന്ന് പോയി. എനിക്ക് പെർഫോമൻസ് വൈസ് എങ്ങനെയുണ്ട്? ഡബിൾ റോളിലാണെങ്കിലും നന്നായി പെർഫോം ചെയ്ത്, ആവശ്യമില്ലാതെ കൂടുതലും പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്കൊന്നും പറയാനില്ല. പിന്നെ തല ഫാൻസിന് ആഘോഷിക്കാൻ പറ്റുന്ന ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കുറേ സീൻസ് ഉണ്ട്. ധോണി അവർക്കൊക്കെ വേണ്ടിയുള്ള തല ധോണി വേറെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. എല്ലാ ഫാൻസിനും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു മേക്കിംഗ് ആണോ പടം? അത് 2-3 ക്യാമിയോസ് ഒക്കെ ഉണ്ട്. അതായത് പടം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ അറിയില്ല. എനിക്കൊട്ടും വർക്കൗട്ട് ആയില്ല. ഇത് പോയി 5 out of 5 എത്ര റേറ്റിംഗ് ഒന്നും കൊടുക്കാനില്ലേ? എങ്ങനെയുണ്ട് ബ്രോ പടം? എങ്ങനെയുണ്ട് പടം? രാവിലെ എഴുന്നേറ്റ് വന്ന് 4 മണിക്ക് കണ്ട ഒരു ഷോ ആണ്. അപ്പം വിജയ് ഫാൻസിനൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും. ഞാൻ ഭയങ്കര വിജയ് ഫാൻ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉണ്ടല്ലോ. നമ്മളിപ്പോൾ വിജയുടെ ഭയങ്കര ഉള്ളിലേക്ക് തുപ്പാക്കിയൊക്കെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പം എനിക്ക് വൺ ഡേ വാച്ചബിളായിട്ടാണ് പടം ഫീൽ ചെയ്തത്. പിന്നെ ചെന്നൈ റിലീസ് ഭയങ്കര ഓളോ ഒച്ചപ്പാടും പോലെ. കാരണം ചെന്നൈക്കുള്ള എല്ലാ സാധനവും വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. CSK ഉണ്ട്, ധോണിയുണ്ട്, പിന്നെ പാസും ഉണ്ട്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. പിന്നെ വിജയ് പാസ്സൊക്കെ വിട്ട് കളിക്കേണ്ട സമയം കഴിഞ്ഞെന്ന് തോന്നുന്നു. കാരണം പടങ്ങളിൽ കുറേ വിജയുടെ എല്ലാ ഐറ്റം മിക്സ്ഡ് ഉണ്ട്. പിന്നെ ഡി-ഏജ്ഡ് മീൻസ് പഴയ വിജയെ കാണിച്ചേക്കുന്നൊക്കെ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ആ റോള് കണ്ടിന്യൂസ്ലി ഉണ്ട്. പിന്നെ പ്രഭുദേവ, സ്നേഹ, പിന്നെ ഒരു ഐറ്റം ഡാൻസിലൊക്കെ തൃശ വരുന്നുണ്ട്. തൃശനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ ക്ലൈമാക്സിലൊരു തമിഴിലെ മെയിൻ ഒരു ആക്ടർ, നമ്മുടെ ജയിലർ മോഹൻലാലൊക്കെ വന്നൊരു
ടീം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് പടം വാല്യൂ ആണ്. പക്ഷെ ഓവറോൾ നോക്കുമ്പോൾ ഒരു വൺ ടൈം വാച്ചബിളായിട്ട് എനിക്ക് പടം ഫീൽ ചെയ്തോളൂ. വിജയുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആസ് യൂഷ്വൽ പെർഫോമൻസ്, അല്ലാതെ ഈ പടത്തിൽ വിജയ് തകർത്തുന്നല്ല, വിജയ് വലിയ വെറൈറ്റി എന്നുള്ള പറയാനൊന്നുമില്ല. ആസ് യൂഷ്വൽ വിജയുടെ എല്ലാ പടങ്ങളിലും ഒരു പെർഫോമൻസ് തന്നെയാണ്. ഈ ഒരു സിനിമയുടെ പേര് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിന് ഉചിതമായ പേരാണെന്ന് തോന്നി? അല്ല, എനിക്ക് തോന്നുന്നില്ല ഇത് എന്തിനാ അത്ര നീട്ടമുള്ള പേര് ഇതിൽ ഈ പേരിട്ടേക്കെന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല. അത് ലിയോ ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന പോലെ ഒരു ഫീല്. ഔട്ട് ഓഫ് 5 എത്ര റേറ്റ് ചെയ്യും? ഔട്ട് ഓഫ് 5 മാക്സിമം 3.5. വിജയ് ഫാൻസിന് വന്ന് കാണാൻ പറ്റിയൊരു പടമാണ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. വാച്ചബിൾ മൂവിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം എന്ന് പറഞ്ഞാൽ ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മെയിനും കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ BGM ഒക്കെ ചെയ്തിരിക്കുന്നത് നല്ല കിള്ളുവാനാണ്. പക്ഷേ അതേപോലെ തന്നെ BGM മാത്രമേ അല്ല, സൗണ്ടും കൊള്ളാം. പക്ഷേ ഈ പടത്തിൽ മെയിനായിട്ടൊരു 3 പാട്ടുകൾ വരുന്നുണ്ട്. ആ 3 പാട്ടുകൾ പ്ലേസ് ചെയ്തിരിക്കണ അതായത് ആ സന്ദർഭമായിട്ട് ഒട്ടും മാച്ച് ആവാത്തൊരു രീതിയിൽ എനിക്ക് തോന്നിയിരുന്നു. ആ ഒരു ഇത് എനിക്ക് തോന്നി. എന്തായാലും ഒരു വൺ ടൈം വാച്ചബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കൂടുതൽ പറയാം 1000 കോടിക്കൊന്നും ഉള്ള ഒരു ഇതില്ല. എന്തായാലും വിജയായാലും 3-4 വിജയ് വരുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ അതിൽ ഒരു സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിയൊക്കെ തിയേറ്ററിൽ കാണാം. അത്ര വിജയാരാധകർക്ക് ഏതായാലും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. വിജയുടെ എല്ലാ മാനസങ്ങളും കാണിക്കുന്നുണ്ട്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ നന്നായിട്ടുണ്ട്. ക്ലൈമാക്സിൽ ഒരു കാമിയോ ഒക്കെ വരുന്നുണ്ട്. നന്നായിട്ടുണ്ട് പടം എന്ന് വെച്ചാൽ കാണാം. ഓക്കെ, ജയറാം നന്നായിട്ടുണ്ട്. ജയറാം ഇൻ്റർവ്യൂവിൽ ഒരു നല്ല റോളുണ്ട്, ഫുൾ റോളാണ് ജയറാം കേട്ടോ. നല്ല എല്ലാവരും നന്നായിട്ടുണ്ട്. ഒരു വൺ ടൈം വാച്ച് വിജയ് ആരാധകർക്ക് പറ്റിയൊരു മൂവി. പിന്നെ ഫാൻ ബേസിന് നല്ലൊരു പടം. പിന്നെ അവസാനമൊക്കെ ഒരു കാമിയോ റോളും അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അതൊരു കൊള്ളാം. എന്ന് വെച്ചാൽ ലിയോയുടെ ഒരു ഹൈപ്പ് എനിക്ക് കിട്ടിയില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഡബിൾ റോളിലാണല്ലോ വന്നേക്കുന്നത്. ഡബിൾ റോളാണ്. 2 കഥാപാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൊള്ളാം. പിന്നെ രണ്ടാമത്തെ മകനായിട്ടുള്ള പുള്ളി നന്നായിട്ട് എടുത്തിട്ടുണ്ട്. എനിക്കൊരു ഓവറോൾ ഒരു ഫാൻ ബേസ്ഡ് മൂവി, വിജയ് ആരാധകർക്ക് പറ്റിയൊരു പടം കേട്ടോ. വേറെ തോന്നിയിട്ടില്ല. പിന്നെ വെങ്കട് പ്രഭുവിൻ്റെ നമ്മളിപ്പോൾ പുള്ളിയുടെ കഥകളിൽ ഒരു ട്വിസ്റ്റും അങ്ങനെ സംഭവങ്ങളൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചു. ആ ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു റിവീലിംഗ് ആ ഒരു സ്റ്റേജിൽ അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഹാപ്പിനെസ് നമുക്ക് തന്നു. പക്ഷെ അത് സെക്കൻഡ് ഹാഫിൽ അതിനെ ആ ഒരു ക്യാരക്ടർ വേറെ രീതിയിലേക്കാണ് അത് പോയത്. പക്ഷേ DAGing ടെക്നോളജിയിലുള്ള വിജയുടെ ഗെറ്റപ്പും സംഭവങ്ങളൊക്കെ കൊള്ളാമായിരുന്നു. പക്ഷേ മൊത്തത്തിലുള്ള ഒരു വിജയ പടത്തിന് ഒരു എനർജി കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഗോട്ടിൻ്റെ കാര്യത്തിൽ പറയുന്നത്. വിജയുടെ സ്ഥിരം പാറ്റേൺ ആണെങ്കിൽ കൂടി തന്നെ അതിനൊരു വാല്യൂ ആ ഒരു രീതിയിൽ വരാറുണ്ടായിരുന്നു. പക്ഷേ ഇത് മെയിനായിട്ട് എനിക്ക് ഡ്രോബാക്കായിട്ട് തോന്നിയത് യുവാൻ്റെ BGM തീരെ നമുക്ക് ചില എലിവേറ്റ് ചെയ്യുന്ന സീനുകളും ഇവർ ഫേസ് ടു ഫേസ് വരുന്ന സീനുകളൊന്നും ആ സീനിനെ എലിവേറ്റ് ചെയ്യുന്ന രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വന്നില്ല. പിന്നെ സോങ്സ് എന്ന് പറയുന്നത് തീർത്തും നമ്മുടെ പടമായിട്ട് കണക്ഷൻ ഇല്ലാത്ത രീതിയിലും വന്നു. അങ്ങനെ ഒരു വളരെ ലെങ്തി ആയിട്ട് സ്ട്രെച്ചി ആയിട്ട് ഫീൽ ചെയ്തു. ഒരു ഫാൻസിന് വാച്ച് ചെയ്യാൻ എന്നല്ലാതെ ഒരു വിജയ് ചിത്രം എന്ന രീതിയിൽ പോലും എന്നെ അത്ര സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒരു പടമാണ് ഗോട്ട്. തീരെ പോലുള്ള ലാഗിലാണ് കണ്ടിരിക്കുക, അടിപൊളിയായിട്ട് കണ്ടിരിക്കുക. വിജയ് നല്ല പെർഫോമൻസ് ആണ്. പിന്നെ பக்காவா இருக்கு ப்ரோ. வில்லன் கேரக்டர் வாஸ் நைஸ். நீங்க தமிழ் ப்ரோ. அங்க இருந்து வந்திருக்கோம். விஜய் பார்த்தப்ப எப்படி இருக்கு? விஜய் மாஸ் ப்ரோ. வில்லன் கேரக்டர் தான் இன்னும் மாஸா இருக்கு. நம்ம யாரை சப்போர்ட் பண்ணனே தெரியல. 2 கேரக்டர் நல்லா இருக்கு. கேமியோ ഒക്കെ இருக்கா இந்த படம்? கேமியோ இருக்கு ப்ரோ. സ്പോയിലർ ഇല്ല. ക്യാമിയോ സ്പോയിലർ കുറച്ച് ക്യാമിയോ ഉണ്ട്. സ്പോയിലറാണ്. പിന്നെ DAGing ടെക്നോളജി വെച്ചുള്ള വിജയ് അത് നൈസായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യൻ സിനിമയിൽ DAGing ടെക്നോളജി കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരുപാട് മുഴുനീള കഥാപാത്രം കണ്ടിട്ടില്ല. പക്ഷേ ഒത്തിരി ഓവറാക്കിയില്ല. നമ്മൾ എന്താ സോങ്ങിൽ കണ്ട പോലെ എന്ന് വെച്ചാൽ അത് ഒരുപാട് ഓവറാക്കില്ല. DAGing ടെക്നോളജി അത്യാവശ്യം നൈസായിരുന്നു. പിന്നെ ഓവറോൾ നോക്കുവാണെങ്കിൽ ഒരു വിജയ ആരാധകർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങൾ സാധാരണ യൂഷ്വലി നടക്കുന്നത് മാരകം എന്ന് പറയാൻ പറ്റില്ല. വൺ ടൈം വാച്ച് എന്ന് വെച്ചാൽ മോശം എന്ന് പറയാൻ പറ്റില്ല. ഒരു വിചാരം കണ്ടിരിക്കാവുന്ന പടം. ആ ഒരു പ്രതീക്ഷ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഒരു കൊമേഴ്ഷ്യൽ ഇത് വെച്ചാൽ കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഓവറോൾ ഓക്കെയാണ്. അത്യാവശ്യം സ്റ്റേജ് അവർക്ക് നൈസ്, അത് പറഞ്ഞു കണ്ട കാര്യമാണ്. സ്റ്റേജ് അവർക്ക് അത്യാവശ്യം നൈസായിരുന്നു. അപ്പോൾ ചില ഭാഗങ്ങളൊക്കെ കുറച്ച് ഇതേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ DAGing ടെക്നോളജി അത് 1-2 സ്ഥാനത്ത് കുറച്ച് ഡൗൺ ആയിട്ടുണ്ട്. പിന്നെ വെങ്കട് പ്രഭുവിൻ്റെ ഒരു സ്റ്റൈലുണ്ടല്ലോ, അതായിരിക്കും അതാണ് കൊണ്ടുവയ്ക്കുന്നത്. പിന്നെ ക്ലൈമാക്സിൽ അത്യാവശ്യം 1-2 ക്യാമിയേഴ്സ് ഉണ്ട്. പിന്നെ 1-2 കാര്യങ്ങൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തല ഫാൻസിന് തന്നെ അത്യാവശ്യം കുറച്ച് ചെറിയ മൊമെൻറ്റ്സ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല നിങ്ങളൊരു വിജയ ഫാനാണെങ്കിൽ നിങ്ങൾ നല്ല സംതൃപ്തിപ്പെടുത്തുന്ന പടമായിരിക്കും.